ദിവസങ്ങളായിട്ട് നല്ല മഴയും കാറ്റും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു. കറണ്ടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദൈവകൃപയാൽ മഴ പെയ്തില്ല. യാതൊരു തടസ്സവും ഉണ്ടാകാതെ നമുക്ക് ഒരുമിച്ച് ഇന്ന് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പ്രിയപ്പെട്ട സഹോദരി സങ്കീർത്തനം 58-ാം സങ്കീർത്തനം വളരെ മനോഹരമായി ധ്യാനിച്ചു. ആ സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാർ അതുപോലെ നീതിമാന്മാർ ഇവരെ തമ്മിലുള്ളതായ വ്യത്യാസം വിവരിച്ചു. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തതിൽ പ്രിയപ്പെട്ട ദാസിയെ അഭിനന്ദിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ ഒരു ചെറിയ കറക്ഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ പലപ്പോഴും അറിയാതെയോ അറിഞ്ഞോ ദുഷ്ടൻ പന പോലെ തഴയ്ക്കും എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു വാക്യം വേദപുസ്തകത്തിൽ ഇല്ല. 92-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് നീതിമാൻ പന പോലെ തഴയ്ക്കും. 37-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടന്മാർ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പോയപ്പോൾ അവനെ കണ്ടില്ല. ദുഷ്ടൻ പന പോലെ തഴയ്ക്കുകയില്ല. ദുഷ്ടൻ സീസണലാണ്. സീസണൽ പ്ലാന്റ് ഉണ്ട് നമുക്ക്. സീസണൽ പ്ലാന്റ് പോലെയാണ് ദുഷ്ടൻ വളരുന്നത്. ചില സമയത്തേക്ക്, കുറച്ച് നാളത്തേക്ക് അവൻ വളരും. കുറച്ച് കഴിയുമ്പോൾ അവനെ പിന്നെ കാണുകയില്ല. നമ്മൾ പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയുന്നത് ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്ന്. വേദപുസ്തകത്തിൽ ഒരു വാക്യമില്ല. അത് ആരെങ്കിലും പറയുന്നെങ്കിൽ അത് തെറ്റാണ്. 92-ാം സങ്കീർത്തനത്തിൽ 12-ാം വാക്യത്തിൽ പറയുന്നു നീതിമാൻ പന പോലെ തഴയ്ക്കും. 37-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിൽ പറയുന്നു ദുഷ്ടന്മാർ സ്വദേശികമായ പച്ചവൃക്ഷം പോലെ, സീസണൽ പ്ലാന്റ് പോലെ തഴയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലെ പോയപ്പോൾ കണ്ടിട്ടില്ല. ഞാൻ ആ ഭാഗം വിടട്ടെ. നമുക്ക് ഈ 2025-ൽ കർത്താവിൻ്റെ കഷ്ടപ്പാടുകളെയും ക്രൂശ് മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ഒക്കെ ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം തന്നു, ആരോഗ്യം തന്നു. നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു, മഹത്വപ്പെടുത്തി. അത് കഴിഞ്ഞ് നമുക്ക് ഈ വ്യാഴാഴ്ച വീണ്ടും ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചല്ലോ. സ്തോത്രം ചെയ്യും. ഇന്ന് ഞാൻ ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു വിഷയം ദ പവർ ഓഫ് റിസറക്ഷൻ, പുനരുത്ഥാനത്തിൻ്റെ ശക്തി. അതിനാധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 10ഉം 11ഉം വാക്യങ്ങൾ. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നു വെച്ചും ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ ക്രിസ്തുയേശുവിലൂടെ അളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, 2025-ൽ ഞങ്ങൾക്ക് കർത്താവിൻ്റെ പീഡാനുഭവം, ക്രൂശമരണം, കബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ് ഒക്കെ ധ്യാനിക്കുവാൻ, അനുസ്മരിക്കുവാൻ ഞങ്ങൾക്ക് തന്ന വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജീവിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി ക്രൂശന്മേൽ യാഗമായി തീരുകയും ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനെ ധ്യാനിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇന്നത്തെ ധ്യാനം ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹകരമായി തീരുവാൻ, അവിടുത്തേക്ക് പ്രസാദകരമായി തീരുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ദ പവർ ഓഫ് റിസറക്ഷൻ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഞാൻ ചില ധ്യാനം നടത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അത് 10 പോയിന്റായിട്ടാണ് പറയുന്നത്. 10 പോയിന്റ് 10 പ്രസംഗത്തിനുള്ളതുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ പോയിന്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് എടുക്കാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് നിങ്ങളിൽ ചിലർ മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ?
ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. ഞങ്ങൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന് വിരോധമായി കള്ളസാക്ഷികളാകും. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അന്ന് ഉണ്ടായിരുന്നു. അവരെ ഖണ്ഡിച്ചുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ഈ ലേഖനത്തിൽ ഈ ഭാഗം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. ഉയർത്തെഴുന്നേൽപ്പ് എന്നത് ദൈവത്തിന്റെ അത്ഭുത ശക്തിയുടെ ഒരു പ്രതിഭാസമാണ്. എല്ലാ ലോകശക്തികളെയും അതിജീവിക്കുന്ന, എല്ലാ തിന്മശക്തിയുടെ മേലും വിജയം വരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ദ പവർ ഓഫ് റിസറക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒന്നാമത്തെ പോയിന്റ് റിസറക്ഷൻ, ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗോഡ്സ് പവർ. ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ശക്തിയുടെ പ്രകടനമാണ്. ദൈവത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെട്ടതായിട്ടുള്ള അവസ്ഥയാണ്. കർത്താവിന്റെ മരണത്തിന് ശേഷം അന്നത്തെ യഹൂദന്മാരുടെ സന്നദ്രി സംഘത്തിലുണ്ടായിരുന്ന അത്ഭുത മന്ത്രിയായിരുന്ന അരിമത്യയിലെ യോസേപ്പ് പീലാത്തോസിന്റെ അടുത്ത് ചെന്ന് ക്രിസ്തുവിന്റെ ശരീരം ഏറ്റുവാങ്ങി. അരിമത്യയിലെ യോസേപ്പും നിക്കോദിമോസും കൂടെ കൂടി ആ മൃതശരീരം കൊണ്ടുപോയി തനിക്ക് വേണ്ടി വെട്ടിയിരുന്ന, ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതായിട്ടുള്ളൊരു കല്ലറയിൽ ക്രിസ്തുവിന്റെ ശരീരം ശീലയിൽ പൊതിഞ്ഞ് സുഗന്ധവർഗം ഇട്ട് അവിടെ അടക്കം ചെയ്തതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. എന്നാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 62 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിന്റെ ശരീരം കബറടക്കം ചെയ്ത് അരിമത്യയിലെ യോസേപ്പിന്റെ കല്ലറയിൽ ഇരിക്കുമ്പോൾ അന്നത്തെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പീലാത്തോസിന്റെ അടുത്ത് എന്ന് പീലാത്തോസിനോട് പറയുകയാണ്, യേശുവിനെ സംബോധന ചെയ്യുന്ന വിചിത്രമായൊരു വാക്കുകൊണ്ടാണ്. ആ ചതിയൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട് താൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ പോയി അവന്റെ ശരീരം എടുത്തുകൊണ്ട് പോയിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുകയാണെങ്കിൽ ഒടുവിലത്തെ ചതി ആദ്യത്തേതിലും വിഷമമാകും. അതുകൊണ്ട് കല്ലറ ഉറപ്പാക്കുവാനായിട്ട് അത് അനുവദിക്കണമെന്ന് പറഞ്ഞ് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ചെന്ന് പീലാത്തോസിനോട് പറയുന്നു. പീലാത്തോസ് അതിനുള്ളതായ അനുവാദം കൊടുക്കുന്നു. പടക്കൂട്ടത്തെ, കാവൽക്കൂട്ടത്തെ തരാൻ നിങ്ങൾ ആവോളം ചെന്ന് കല്ലറ ഉറപ്പാക്കുക എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പുത്രനെ, ലോകത്തിന്റെ രക്ഷകനെ, ദൈവം അഭിഷേകം ചെയ്ത മഷിയായെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അഭിസംബോധന ചെയ്യുന്നത് ആ ചതിയൻ എന്നാണ്. എത്രയോ ക്രൂരമായ, എത്രയോ പരിഹാസ്യമായ, നിന്ദ്യമായ ഒരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അവർ പോയി കല്ലറ ഉറപ്പാക്കി. പീലാത്തോസ് പടയാളികളെ അയച്ചു. ആ കല്ലറവാതിൽക്കൽ ഭീമാകാരമായ ഒരു കല്ലുരുട്ടി വെച്ചു. റോമാ ഗവൺമെന്റിന്റെ അധികാര മുദ്ര കല്ലിൽ പതിച്ചു. കാവൽക്കാരായ പടയാളികളെ കല്ലുമായിട്ട് ബന്ധിപ്പിച്ചവരെ കാവലാക്കി നിർത്തി. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിക്കുന്ന, ഇതിനെയെല്ലാം അട്ടിമറിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത്. ഈ പീലാത്തോസിന്റെ കാവൽ പടയാളിയേക്കാൾ ശക്തമായ ദൈവത്തിന്റെ കാവൽക്കാരായ ദൂതന്മാർ ആ കല്ലറയുടെ വാതിൽക്കൽ വന്ന് കാവൽ നിൽക്കുന്നു. അത് മാത്രമല്ല, റോമാ ഗവൺമെന്റിന്റെ കാവൽക്കാർ മരിച്ചവരെ പോലെ ആയിത്തീരുന്നു. ദൈവദൂതന്മാർ വന്ന് കല്ലറ വാതിൽക്കൽ വെച്ചിരുന്ന ഭീമാകാരമായ കല്ല് ഉരുട്ടിക്കളഞ്ഞു. കല്ലറയുടെ വാതിൽ തുറന്നു. കർത്താവായ യേശുക്രിസ്തു അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റു. എതിരെ പോയെന്ന് അവിടെ കാവൽ നിന്നതായിട്ടുള്ള റോമൻ പടയാളികൾക്ക് അറിയില്ല. എന്നാൽ ദൈവത്തിനും ദൈവത്തിന്റെ ദൂതന്മാർക്കും അറിയാം അവൻ എവിടെ പോയെന്ന്. ഇതാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് റിസറക്ഷൻ ഈസ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗോഡ്സ് പവർ. അതാണ് ഒന്നാമത്തെ അത്ഭുത ശക്തി എന്ന് പറയുന്നത്.
കല്ലറയ്ക്ക് ദൈവദൂതന്മാരെ കാവലാക്കി ഒരു വലിയ കൊടുമുഴക്കത്തോടുകൂടെ കല്ലറ തുറന്നു. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അതുമാത്രമല്ല, ആ കല്ലറവാതിൽക്കൽ സ്വർഗത്തിന്റെ ഒരു എൻക്വയറി കൗണ്ടർ തുറന്നു. അവിടെ വരുന്നവരോട് വിവരമറിയിക്കുവാൻ സ്ത്രീകൾ അധികാലത്തെ വന്നു. യേശു കർത്താവിന്റെ കല്ലറയ്ക്കൽ വന്ന് അവന്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശുവാനായിട്ട് കുറെ സ്ത്രീകൾ അവിടെ വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവർക്കറിയില്ല കർത്താവ് എവിടെ പോയി. എന്നാൽ ദൂതന്മാർ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ നിങ്ങളോട് ജീവിച്ചിരിക്കുമ്പോൾ പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റ് ഗലീലയ്ക്ക് പോയിരിക്കുന്നു. അവിടെ നിങ്ങൾ ചെന്ന് എൻ്റെ ശിഷ്യന്മാരോട് പറയുക, അവൻ ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന്. അതാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എന്ന് പറയുന്നത്, പവർ ഓഫ് റിസറക്ഷൻ. രണ്ട്, ദ പവർ ഓഫ് റിസറക്ഷൻ ഈസ്, ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തീയ സഭ ഉദയം ചെയ്തിരിക്കുന്നത്. ചർച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ റോക്ക് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തീയ സഭ കെട്ടുപണി ചെയ്തിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഫിലിപ്പിന്റെ കൈസരയിൽ വെച്ച് പറഞ്ഞു, ഈ പാറമേൽ, നിങ്ങൾ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന്റെ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ് ആ പത്രം അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ എല്ലാവരോടും കൂടെ നിന്നുകൊണ്ട് അതിധൈര്യത്തോടുകൂടെ പ്രസ്താവിച്ചു, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറായനായ യേശുവിൻ്റെ നാമത്തിൽ ഈ മുടന്തൻ സൗഖ്യമായി നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു എന്ന് പറയുന്നു. അത് മാത്രമല്ല, പത്രോസ് ധൈര്യത്തോടുകൂടെ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും ശാസ്ത്രിമാരുടെയും ഒക്കെ അടുത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, നാം രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവുമില്ല ആകാശത്തിൻ കീഴിൽ, ക്രിസ്തു എന്ന യേശു എന്ന നാമമല്ലാതെ ആകാശത്തിൻ കീഴില് മനുഷ്യർ രക്ഷിക്കപ്പെടുവാൻ വേറെ യാതൊരു നാമവുമില്ല എന്ന് അവിടെ പത്രോസ് വളരെ ശക്തമായി പ്രസ്താവിക്കുന്നു. ശ്ലീഹന്മാർ മഹാശക്തിയോടെ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷികളായിരുന്നുവെന്ന് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കാണുന്ന ഒരു സംഗതി, ഫിലിപ്പോസ് ശമരിയിൽ പോയി സുവിശേഷം അറിയിച്ചു. അവിടെ ധാരാളം പേർ കർത്താവിൽ വിശ്വസിച്ചു, അനേകരെ ക്രിസ്തുവിനെ സ്വീകരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുക. മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെ നിനക്ക് വലിയൊരു സുവിശേഷമുണ്ട്, അല്ലെങ്കിൽ നിനക്ക് വലിയൊരു ദൗത്യമുണ്ട് എന്ന് പറഞ്ഞ് കർത്താവ് അവനെ അങ്ങോട്ട് അയക്കുന്നു. നമ്മൾ സാധാരണ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ചിലപ്പോൾ തോന്നും, ഈ മരുഭൂമിയിൽ ആരെ കാണാനാണ് പോകേണ്ടതെന്ന്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതനുസരിച്ച് ഫിലിപ്പോസ് മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇതാ യെരൂശലേം ദേവാലയത്തിൽ പോയി പെസഹ പെരുന്നാളിന് കൂടി ആ മടങ്ങി തൻ്റെ രാജ്യമായ എത്യോപ്യയിലേക്ക് പോകുന്ന എത്യോപ്യ രാജ്ഞിയുടെ ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യൻ, അവൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ആ ഉദ്യോഗസ്ഥനായ ഒരു മനുഷ്യൻ, ഷണ്ണനെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അവൻ്റെ പേര് പറഞ്ഞിട്ടില്ല. അവനിതാ തൻ്റെ രാജ്യത്തേക്ക് പോകാനായിട്ട് തേരിൽ യാത്ര ചെയ്ത് വരികയാണ്. ആ വരുന്ന തേരിൽ ഇരിക്കുന്ന മനുഷ്യനെ ഫിലിപ്പോസ് കണ്ടു. ഫിലിപ്പോസിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, തേരിനോട് ചേർന്ന് നടക്കുക എന്ന്. അവൻ തേരിനോട് ചേർന്ന് നടന്നു. നടന്നിട്ട് അവൻ ചോദിക്കുന്നു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ആ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ ആരെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് കയറി അവനോടുകൂടെ രഥത്തിലിരുന്നു. അവൻ വിവരിച്ചു കൊടുത്തു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അവന് വിവരിച്ചു കൊടുത്തു. അതെല്ലാം കേട്ടവൻ വിശ്വസിച്ചു. ഇത് യേശു കർത്താവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് അവനെ വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഞാൻ സ്നാനമേക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് ഫിലിപ്പോസിനെ കൊണ്ട് അവനെ സ്നാനം കഴിപ്പിച്ചു. അത് കഴിഞ്ഞ് ഫിലിപ്പോസിനെ കാണുന്നില്ല. ഫിലിപ്പോസ് ഇതാ അസ്തോദിലാണ് പിന്നെ കാണുന്നതെന്ന് വേദപുസ്തകം നമ്മെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എന്ന് പറയുന്നത് അപ്പോസ്തലന്മാർ ധൈര്യത്തോടുകൂടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാനുള്ള ശക്തി നൽകുന്നതാണ്. നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ട്, ഏറ്റുപറയുന്നുണ്ട്,
പൊന്തിയോസ് പീലാത്തോസിന്റെ നാളുകളിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് തിരുഹിത പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരുവാനിരിക്കുന്നവനുമായ യേശു മിശിഹായ ഏക കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതായ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശേഷം അപ്പോസ്തലന്മാരുടെ അടുത്ത് ആദ്യം ചെന്നപ്പോൾ തോമസ് അപ്പോസ്തലൻ അവിടെ ഇല്ലായിരുന്നു. മറ്റു ശിഷ്യന്മാർ ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമസ് വിശ്വസിച്ചില്ല. ഞാൻ അവനെ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അടുത്തയാഴ്ച വീണ്ടും തോമസ് കൂടെ ഉള്ളപ്പോൾ അവിടെ ചെന്നു. ആ സമയത്ത് തോമസിനോട് പറയുന്നു, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, നീ ഇങ്ങോട്ട് അടുത്തു വരിക, എൻ്റെ കൈകളെ കാണുക, എൻ്റെ വിലാപ്പുറത്ത് കൈയിടുക എന്നൊക്കെ പറഞ്ഞപ്പോൾ തോമസ് അപ്പോസ്തലൻ പറഞ്ഞതായിട്ടുള്ള വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് പറയുന്ന ആ വലിയ അനുഭവമാണ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എന്ന് പറയുന്നത്. ഗ്യാരണ്ടി ഫോർ അവർ ഓൺ റിസറക്ഷൻ. നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പ് റോമാലേഖനം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന അവന്റെ ആത്മാവ് കൊണ്ട് അവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന് പറയുന്നു. പൗലോസ് ശ്ലീഹ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 42 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, മരിച്ചവരുടെ പുനരുത്ഥാനം ഇങ്ങനെയാണ്: നശ്വരമായതിനെ വിതയ്ക്കുന്നു, അനശ്വരമായത് ഉയർത്തെഴുന്നേൽക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയവന്റെ പ്രതിമയും ധരിക്കേണ്ടതാകും. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കേണ്ടതാകും. അതുകൊണ്ട് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് തീർച്ചയായും നിശ്ചയമായും ഉയർത്തെഴുന്നേൽപ്പിന് സാധ്യതയുള്ള അവകാശമുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരും. അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ കർത്താവിന്റെ വിടവാങ്ങൽ പ്രസംഗം, ഫെയർവെൽ സ്പീച്ച്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പത്രോസ് ശ്ലീഹ പറയുന്നു, അവൻ മരിച്ചവരുടെ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവ് തന്നെ തന്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് പറയുന്നുണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും വിലപിക്കും. മനുഷ്യപുത്രൻ ആകാശ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടുകൂടെ അയക്കും. അവർ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും 4 ദിക്കുകളിൽ നിന്ന് കൂട്ടിച്ചേർക്കും. മത്തായി 24:30. അതുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പ് റിസറക്ഷന്റെ ശക്തിയുടെ 3-ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 4, റിസറക്ഷൻ ഈസ് വിക്ടറി ഓവർ ഡെത്ത്. മരണത്തിന്മേലുള്ള വിജയമാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രദാനം ചെയ്തത്. ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം, ഞാൻ ഒരു വാക്കൂടെ അവിടെ കൂട്ടിച്ചേർക്കുകയാണ്, മരണത്തിന്മേൽ ജയം തന്ന
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് സ്തോത്രം. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കും. അവൻ എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നീക്കം വരും. അവസാനത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. അത് ഒരു ശ്ലീഹ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നതാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കുകൊള്ളപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കും. ദൈവദിവസത്തിന്റെ വരവിനായി നാം കാത്തിരിക്കുന്നു. അന്ന് ആകാശം കൊടുമുഴക്കത്തോടുകൂടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. മരണത്തിന് അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ അവൻ നശിപ്പിച്ചു. മരണത്തെയും പാതാളത്തെയും അന്ത്യന്യായ വിധിയിൽ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇനി മരണം ഉണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനിയില്ല. ക്രിസ്തു മരിച്ചുവെന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഇനി മരണത്തിന് അവന്മേൽ കർത്തൃത്വമില്ല. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിനുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. അവൻ മരണത്തെ എന്നേക്കുമായി പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ മരണത്തെ എന്നേക്കുമായി വിഴുങ്ങിക്കളയും. യഹോവയായ ദൈവം സകല ദുഃഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സർവഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 8-ാം വാക്യം. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും ഉണ്ടാകുകയില്ല. അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. 5ാമത് റിസറക്ഷൻ എന്ന് പറയുന്നത് വിക്ടറി ഓവർ സൈറ്റൻ, സാത്താന്റെ മേൽ വിജയം നേടുന്ന ഒരനുഭവം. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരുടെയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് ഇരുത്തുകയും ചെയ്തു. എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവങ്ങളുടെ കാൽക്കീഴയാക്കുകയും സർവത്തിന്മീതെ സഭയ്ക്ക് തലയാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ സഭയെന്ന ശരീരത്തിന്റെ തലയാകും. സകലത്തിലും താൻ ആദ്യനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെയിൽ നിന്ന് ആദ്യജാതനുമാകുന്നു. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുകയും ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ. ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് സാത്താൻ. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി കളഞ്ഞു. അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ നശിപ്പിച്ച് തന്റെ വരവിന്റെ പ്രത്യക്ഷതയാൽ അവന് അന്തം വരുത്തും. സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്ന ഞാൻ കണ്ടു എന്ന് കർത്താവ് പറഞ്ഞു. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ എത്ര സന്തോഷിപ്പീനെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ താൻ അയച്ച തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നു. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകും. ഈ ലോകത്തിന്റെ പ്രഭുവിനെ ഞാൻ തള്ളിക്കളയും. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗത്തിൽ ഒരു മഹായുദ്ധമുണ്ടായി. മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോടെ പടവെട്ടി
മഹാസർപ്പവും പടവെട്ടി, പക്ഷേ ജയിച്ചില്ല താനും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും ദണ്ഡനം അനുഭവിക്കേണ്ടി വരും എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ട് കളഞ്ഞു. സാത്താന് വേദപുസ്തകത്തിൽ പല പേരുകളിൽ അറിയപ്പെടുന്നു. ലൂസിഫർ, ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ സിനിമ നമുക്കറിയാം. എംബ്രാൻ എന്ന് പറയുന്ന സിനിമയിൽ ലൂസിഫറിനെയാണ് കാണിക്കുന്നത്. ലൂസിഫർ, ബേൽസബൂബ്, അബദോൻ, പരീക്ഷകൻ, അപ്പല്ലുവോൻ, പിശാച്, ദുഷ്ടനായവൻ, സർപ്പം, ഭോഷ്കിന്റെ പിതാവ്, ഈ ലോകത്തിന്റെ ദൈവം, പ്രതിയോഗി, ഇങ്ങനെ ഒരുപാട് പേരുകളിലാണ് സാത്താൻ അറിയപ്പെടുന്നത്. ഈ പേരുകളിലെല്ലാം ഈ സാത്താന്റെ സ്വഭാവത്തെ വെളിപ്പെടുന്നതായ പേരുകളാണ്. പ്രതിയോഗി എന്ന് പറയുമ്പോൾ ദൈവമക്കൾക്ക് വിരോധമായി നിൽക്കുന്ന അനുഭവം. അതുപോലെ തന്നെ ഭോഷ്കിന്റെ പിതാവ്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ പിതാവുമാകുന്നുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. 6-ാമത്തെ കാര്യം, റിസറക്ഷൻ ഓപ്പൺഡ് ദ വേ ടു പാരഡൈസ്. പർദീസയിലേക്കുള്ള, സ്വർഗത്തിലേക്കുള്ള വഴി എന്നേക്കുമായി തുറന്നു തന്ന അനുഭവമാണ് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ സാധിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പാപത്തിന്റെ ഫലമായി മനുഷ്യന് ഏദൻ പർദീസ നഷ്ടമായി. ഏദൻ പർദീസയിൽ നിന്ന് യഹോവയായ ദൈവം മനുഷ്യനെ ഡീപ്പോർട്ട് ചെയ്തു. എന്നിട്ട് അവിടെ ആ ഏദൻ തോട്ടത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാതിരിക്കേണ്ടതിന് അതിൻ്റെ വാതിൽക്കൽ തിരിയുന്ന വാളുമായി, കെരുബുകളെ ജ്വലിക്കുന്ന വാളിന്റെ അഗ്നിയുമായി അവിടെ കാവൽ നിർത്തി. അപ്പം പർദീസയെ അടച്ചു. സെക്യൂരിറ്റിയായ കെറുബിനെ അവിടെ യഹോവയായ ദൈവം നിശ്ചയിച്ചു. പിന്നീട് മനുഷ്യന് സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. അവൻ പർദീസ നഷ്ടമായി തീർന്നു. പാരഡൈസ് ലോസ്റ്റ്, പാരഡൈസ് റീഗെയിൻഡ് എന്ന് പറയുന്ന പദ്യങ്ങൾ ജോൺ മിൽട്ടൺ എഴുതിയ കാവ്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പർദീസ നഷ്ടമായ സ്ഥാനത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെയും ഈ പർദീസയുടെ വാതിൽ മനുഷ്യജാതിക്ക് എന്നേക്കുമായി തുറന്നു തന്നിരിക്കുന്നു. തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടതായിട്ടുള്ള 2 ദുഷ്പ്രവർത്തിക്കാരുണ്ടായിരുന്നു. ഒരുത്തൻ പറഞ്ഞു, ഇവൻ തന്നെത്താന് രക്ഷിക്കുന്നു, ഇത് രക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ, മറ്റുള്ളവരെയൊക്കെ രക്ഷിക്കുന്നല്ലോ. എന്നാൽ മറ്റേ ദുഷ്പ്രവർത്തിക്കാരൻ അവനെ ശാസിച്ചു. അവൻ യാതൊന്നും തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ ദുഷ്പ്രവർത്തിക്കാരാണ്, എങ്കിലും അവനോടുകൂടെ നമ്മൾ ഈ ശിക്ഷ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ, ഒടുവിലായിട്ട് ഈ മെശിഹ കർത്താവിനോട് ഈ ദുഷ്പ്രവർത്തിക്കാരൻ പറയുകയാണ്, അവൻ മെശിഹയാണെന്ന് അവന് മനസ്സിലായി, അവൻ രാജാവാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ ദുഷ്പ്രവർത്തിക്കാരൻ യേശു മെശിഹായോട് പറഞ്ഞു, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണം. കർത്താവ് അതിന് ഉടനെ മറുപടി പറഞ്ഞു. ഇൻസ്റ്റന്റ് ആയിട്ട് ആൻസർ കൊടുത്തു. കർത്താവ് അതിന് മറുപടി കൊടുത്ത്, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കും. നാളെ എന്നല്ല, അടുത്ത സമയത്തെന്നല്ല, അടുത്ത ദിവസമെന്നല്ല, നീ ഇന്ന് എന്നോട് കൂടെ പർദീസയിലിരിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിൽ നമ്മളത് വായിക്കുന്നു. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. അതുകൊണ്ട് പർദീസയുടെ വാതിൽ എല്ലാവർക്കുമായി തുറന്നു തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് കയറി നമുക്കും സ്വർഗത്തിലേക്ക് കയറുവാനായിട്ട് ദൈവം അവസരം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ സ്വർഗം തുറന്നിട്ടുണ്ടെന്ന് വരികിൽ നമുക്ക് വേണ്ടി അവൻ എന്നേക്കുമായി സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവർക്ക്, അവനിൽ ആശ്രയിക്കുന്നവർക്ക്, അവൻ മശിഹ എന്ന് ഏറ്റുപറയുന്നവർക്ക്
അവന് സ്വർഗത്തിന്റെ വാതിൽ ഇതാ തുറന്നിരിക്കുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അതുകൊണ്ട് പിതാവിന്റെ അടുക്കൽ എത്താനുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തുവാണ്. തോമസ്, ഫിലിപ്പോസ് ഒക്കെ അവനോട് ചോദിച്ചു, കർത്താവേ, നീ എവിടെ പോകുന്നു ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? ഉടനെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗത്തിൽ പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. The only way to heaven, the only way to the presence of the Father is Jesus Christ. സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. കർത്താവായ യേശു ക്രിസ്തുവാണ് സ്വർഗവാതിൽ നമുക്കായിട്ട് തുറന്ന് തന്നിരിക്കുന്നത്. യേശു കർത്താവ് നഥനയേലിനോട് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 51-ാം വാക്യത്തിൽ നഥനയേലിനോട് പറഞ്ഞു, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും ദേവദൂതന്മാർ അതുവഴി കയറുന്നതും ഇറങ്ങുന്നതും നീ കാണും എന്ന് നഥനയേലിനോട് പറയുന്നു. ആ സ്വർഗം തുറന്നിരിക്കുന്ന അനുഭവത്തെക്കുറിച്ച് കർത്താവ് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യേശു തന്നെ സ്വർഗാരോഹണം ചെയ്തതായിട്ടുള്ള സമയത്ത് സ്വർഗം തുറന്ന് 2 ദൂതന്മാർ അവിടെ നിൽക്കുകയാണ്. ഈ കർത്താവിന്റെ ശിഷ്യന്മാർ, ഗലീല പുരുഷന്മാർ, കർത്താവ് ഉയരത്തിലേക്ക് പോകുന്നത് നോക്കി ഇങ്ങനെ നിർനിമേഷരായി നിൽക്കുമ്പോൾ ആ 2 ദൂതന്മാർ മേഘത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ മടങ്ങി വരും. അപ്പോസ്തല പ്രവൃത്തി 1:11 വളരെ ശക്തമായിട്ട് അത് പ്രസ്താവിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് റിസറക്ഷൻ ഓഫ് അവർ റിസറക്ഷൻ. നമ്മുടെ പുനരുത്ഥാനത്തിന് നമുക്കൊരു സാധ്യതയുണ്ട്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെങ്കിൽ നിങ്ങളിൽ വസിക്കുന്ന അവന്റെ ആത്മാവ് നിങ്ങളെ ഉയർപ്പിക്കും. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നശ്വരമായതിനെ അനശ്വരമാക്കുന്ന, അപമാനത്തിൽ വിതയ്ക്കപ്പെട്ടതിനെ തേജസ്സിൽ ഉയർപ്പിക്കുന്ന, ബലഹീനതയിൽ വിതയ്ക്കപ്പെട്ടതിനെ ശക്തിയിൽ ഉയർപ്പിക്കുന്ന. ആ ഭൗതിക ശരീരം വിതയ്ക്കപ്പെട്ടെങ്കിൽ ആത്മീക ശരീരം ഉയർക്കുന്ന ആ ഒരു വലിയ അനുഭവത്തിലേക്ക് നമുക്കും പ്രവേശനമുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. ആ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും, ഞാൻ മുമ്പേ ആ വാക്യം പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും അത് ഉച്ചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തെഴുന്നേൽപ്പിനും തിന്മ ചെയ്തവർ ന്യായവിധിയുടെ ഉയർത്തെഴുന്നേൽപ്പിനുമായി എഴുന്നേറ്റ് വരും. ഇതാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എന്ന് പറയും. 8ാമതായി റിസറക്ഷൻ, വിക്ടറി ഓവർ ദ പവേഴ്സ് ഓഫ് ഡാർക്ക്നെസ്. അന്ധകാരത്തിന്റെ ശക്തികളിന്മേലുള്ള ക്രിസ്തുവിന്റെ വിജയം. ദൈവം നീതീകരിക്കുന്നവനാണ്, ശിക്ഷ വിധിക്കുന്നവനാർ എന്ന് പൗലോസ്ലീഹ ചോദിക്കുന്നു. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. റോമാലേഖന 8 അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഉയരത്തിനോ ആഴത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് യാതൊരു ശക്തിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തു ഇതിന്മേലെല്ലാം വിജയം നേടിയിരിക്കുകയാണ്. നമുക്ക്
പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടുമാണ്. അവൻ നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്വന്തം പുത്രന്റെ രാജ്യത്തിലാക്കിയിരിക്കുന്നു. നാം ഇരുട്ടിന്റെ മക്കളല്ല, ആ വെളിച്ചത്തിന്റെ മക്കളാകുമ്പോൾ ഇരുട്ടിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇരുട്ടിന്റെ പ്രവൃത്തി എന്തൊക്കെയുണ്ട്? അതുകൊണ്ട് നാം ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകരുത്. നാം വെളിച്ചത്തിന്റെ മക്കളായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവരാണ്, ഇപ്പോൾ ദൈവത്തിന്റെ സ്വന്തം ജനം. മുമ്പേ നിങ്ങൾ കരുണ ലഭിക്കാത്തവരാണ്, ഇപ്പോൾ ദൈവത്തിന്റെ കരുണ ലഭിച്ചവരാണ്. അതുകൊണ്ട് തങ്ങളുടെ വാഴ്ചകളെ കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ആ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി ചങ്ങലക്കിട്ട് അന്ധകാരത്തിൽ സൂക്ഷിച്ചിരിക്കും. അതുകൊണ്ട് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സാത്താന്റെ ശക്തികളുടെ മേൽ, എല്ലാ അന്ധകാര ശക്തികളുടെ മേലും വിജയം നേടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന് റോമാലേഖനത്തിലും കൊരിന്ത്യാലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത്. 9-ാമതായി റിസറക്ഷൻ, വിക്ടറി ഓവർ ഹെൽ. നരകത്തിന്മേലുള്ള ക്രിസ്തുവിന്റെ വിജയമാണ് നമുക്ക് പുനരുത്ഥാനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എനിക്ക് തന്നിരിക്കുന്നു. ക്രിസ്തീയ സഭയെ സ്ഥാപിച്ചതായിട്ടുള്ള സമയത്ത്, സ്ഥാപിക്കുന്നതിനെ കുറിച്ച് പറയുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള വാതിലുകൾ അതിനെ ജയിക്കുകയില്ല. ദ ഗേറ്റ്സ് ഓഫ് ഹെൽ ഷാൽ നോട്ട് പ്രിവെയിൽ ഇറ്റ്. അതുകൊണ്ട് ഈ പാതാളത്തിന്മേൽ, നരകത്തിന്മേൽ കർത്താവായ യേശു ക്രിസ്തു എന്നേക്കുമായി വിജയം നേടിയിരിക്കുന്നത് കൊണ്ട് നമുക്കും ആ നരകത്തിന്മേൽ, നരകത്തിൽ പോകാതെ ജീവന്റെ വഴിയിൽ സ്വർഗത്തിലേക്ക് പോകാനായിട്ടുള്ള അവകാശം കർത്താവായ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. ഞാൻ അവരെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും. ഹോശേയ പ്രവചനം, പഴയ നിയമത്തിൽ ഇപ്രകാരം ഒരു പ്രവചനമുണ്ട്. ഹോശേയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെയാണ്: ഞാൻ അവരെ പാതാളത്തിന്റെ അധീനതയിൽ നിന്ന് വീണ്ടെടുക്കും, മരണത്തിൽ നിന്ന് അവരെ വിടുവിക്കും. ഹേ മരണമേ, നിന്റെ ബാധകൾ എവിടെ? ഹേ പാതാളമേ, നിന്റെ സംഹാരം എവിടെ? ഇത് തന്നെയാണ് 1 കോരിന്ത്യർ 15:55 പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ പ്രവചനം കർത്താവായ യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിച്ചിരിക്കുന്നു. പാതാളത്തിന്മേൽ, അന്ധകാരത്തിന്മേൽ, അന്ധകാര ശക്തികളുടെ മേൽ, സാത്താന്റെ മേൽ, എല്ലാ വാഴ്ചകളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ വിജയം നേടിയിരിക്കുന്ന കർത്താവിനെ കുറിച്ച് പഴയ നിയമത്തിൽ പ്രവചനം ഉണ്ടെങ്കിൽ അത് പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഇതാ സാധ്യമായിരിക്കുന്നു, പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. 16-ാം സങ്കീർത്തനം 10-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. അതൊരു മശിഹ സങ്കീർത്തനമാണ്. മശിഹയെ കുറിച്ച് പ്രസ്താവിക്കുന്ന മനോഹരമായ ഒരു സങ്കീർത്തനമാണ് 16-ാം സങ്കീർത്തനം. അതുപോലെയുള്ള ഒരുപാട് സങ്കീർത്തനങ്ങൾ, മശിഹ സങ്കീർത്തനങ്ങൾ ഉണ്ട്. 2-ാം സങ്കീർത്തനം ഒരു മശിഹ സങ്കീർത്തനമാണ്. നീ എന്നോട് ചോദിച്ചു കേൾക്ക, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നീ എന്നോട് ചോദിച്ചു കേൾക്ക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായി തരും. ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചു, ഭൂമിയിലെ ന്യായാധിപന്മാർ അന്യായമായിട്ട് വിധിക്കുന്നു, എന്നാൽ ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഇതാകുന്നു അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, പാതാളത്തിന്മേൽ ജയം നേടുന്ന ഒരു കർത്താവ്. ഒടുവിലായി 10-ാമത്തെ കാര്യം, റിസറക്ഷൻ, ഹോപ്പ് ഓഫ് ക്രൈസ്റ്റ് റിട്ടേൺ. കർത്താവായ യേശു ക്രിസ്തു 2ാമത് വരുമെന്നുള്ളതിന്റെ ഉറപ്പ്, അതിന്റെ വാഗ്ദത്തം, അതിന്റെ ഒരു അച്ചാരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ. കർത്താവ് സ്വർഗാരോഹണം ചെയ്തതായിട്ടുള്ള സമയത്ത് നമ്മൾ കേട്ടതായിട്ടുള്ള വചനം,
ഗലീല പുരുഷന്മാരെ നമ്മൾ മുമ്പേ കേട്ടതാണ്, ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന്. ഈ കർത്താവ് പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്ന് അവിടെ ദൂതന്മാർ അരുളി ചെയ്തു. എന്നാൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് കർത്താവ് തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. അവിടെ പറയുന്നു, സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിന്റെ ശക്തികൾ ഇളകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് നിങ്ങൾ കാണും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. എബ്രായ ലേഖനം 9:27 പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപം മോചിപ്പാൻ ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷനാകും. അതുകൊണ്ട് പവർ ഓഫ് റിസറക്ഷനെ കുറിച്ചാണ് ഞാൻ ഇത്രയും സമയം പ്രതിപാദിച്ചുകൊണ്ടിരുന്നത്. ഉയർത്തെഴുന്നേൽപ്പിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി. പൗലോസ് ശ്ലീഹ പറഞ്ഞു പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന്. 10 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വീണ്ടും ഞാൻ ആവർത്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഇതിന്മേലെല്ലാം വിജയം നേടിയിരിക്കുന്നു. എല്ലാ ശക്തികളുടെ മേൽ, പാപത്തിന്റെ മേൽ, സാത്താന്റെ മേൽ, പാതാളത്തിന്റെ മേൽ, മരണത്തിന്റെ മേൽ, എല്ലാറ്റിന്മേലും വിജയം നേടിയ കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്കും വിജയമുണ്ട്. ആ കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങളും ജയാളികളായി തീരുവാൻ, വിജയമുള്ളവരായി തീരുവാൻ, സാത്താന്റെ ശക്തികളോട് എതിർത്ത് നിൽപ്പാൻ, ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ, കർത്താവിനെ സാക്ഷിപ്പാൻ. കർത്താവ് തന്നെ പത്രോസ് ശ്ലീഹ തന്നെ പറയുന്നുണ്ട്, സാത്താൻ അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ചുറ്റിത്തിരിയുന്നു. 1 പത്രോസ് 5 പറയുന്നുണ്ട്. അതുകൊണ്ട് സാത്താൻ എല്ലാവരെയും നശിപ്പിക്കുവാനായിട്ട്, എല്ലാവരെയും ഇല്ലാതെയാക്കുവാനായിട്ട് സാത്താൻ അലറുന്ന സിംഹം പോലെ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെയും അവൻ വശീകരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, അവന്റെ ശക്തിയിൽ ആശ്രയിപ്പാൻ, അവന്റെ ക്രൂശുമരണത്തിൽ നമ്മൾക്ക് വിജയം നേടുവാൻ, കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ വിശ്വസിപ്പാൻ, ആ ശക്തിയോടുകൂടെ ഈ ലോകത്തിൽ പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ നമുക്ക് പരിപൂർണമായി സമർപ്പിക്കാം. ഈ കർത്താവ് നമ്മെ വീണ്ടെടുക്കും, അവൻ നമ്മെ ശക്തീകരിക്കും, അവൻ നമുക്ക് വിജയം നൽകി തരും. ജയോത്സവമായി ക്രിസ്തുവിൽ 2 കൊരിന്ത്യയിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ നമ്മെ എപ്പോഴും എല്ലായിടത്തും ജയോത്സവമായി നടത്തുന്ന ക്രിസ്തുവിന് സ്തോത്രമെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നു. ഇപ്പോഴും എല്ലായിടത്തും നമ്മെ ജയോത്സവമായി നടത്തുവാൻ കർത്താവ് ശക്തനാണ്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മുടെ ജീവന്റെ ആധാരമായി, അവൻ നമ്മുടെ പ്രത്യാശയായി. ആ പ്രത്യാശ നമുക്ക് ഈ പ്രത്യാശ ഉണ്ടായിരിക്കണം. ആ പ്രത്യാശയെക്കുറിച്ച് എബ്രായ ലേഖന കർത്താവ് പറയുന്ന ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമാകുന്നു, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായി എന്നേക്കും പ്രവേശിച്ചിരിക്കുന്നു. അവിടേക്ക് നമുക്കും പ്രവേശനമുണ്ട്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായി പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ വെട്ടിക്കളയാതെ 1 വർഷം 2025 നമ്മൾ പ്രവേശിച്ചപ്പോൾ 1 വർഷം കൂടെ നിൽക്കട്ടെ, കാഴ്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത വഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ 2025 കർത്താവിന്റെ ക്രൂശമരണത്തെ, കർത്താവിന്റെ പുനരുത്ഥാനത്തെ സാക്ഷിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ശക്തി തന്നു, ബലം തന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവകൃപയിൽ നമുക്ക് ശക്തിപ്പെടാം, ശരണപ്പെടാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും സഹായിക്കട്ടെ. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ പറ്റി അതിന്റെ ആഴമായ അർത്ഥ തലങ്ങളിലോട്ട് പ്രിയ സൈമനച്ചൻ നമ്മെ കൊണ്ടുപോയി 10 പുനരുത്ഥാനത്തിന്റെ ശക്തി അത് 10 തരത്തിൽ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചത്. അച്ഛനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ എനിക്ക് തോന്നി എല്ലാം തന്നെ നമുക്ക് അറിയാവുന്നുള്ളത് നാം കേട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. പക്ഷെ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നിരത്തി വയ്ക്കുമ്പോൾ അതിന് വലിയൊരു അർത്ഥം വന്നു കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം അത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഒരു ശക്തിയുടെ വെളിപ്പെടുത്തലായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. മാത്രമല്ല നാമും അതുപോലെ ഉയർത്തെഴുന്നേൽക്കും എന്നതിനുള്ള ഒരു സൂചന കൂടെയാണ്. മരണത്തിന്മേലുള്ള വിജയമാണ് ഈ റിസറക്ഷൻ, സാത്താന്റെ മേലുള്ള വിജയമാണ്. അതേപോലെ തന്നെ നമുക്ക് പറുദീസയുടെ വാതിൽ തുറന്നിരുന്ന ഒന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പ്. സ്വർഗവാതിൽ നമുക്ക് തുറന്നിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഇതിൽ അതിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അതാണ് കാണിക്കുന്നത് എന്ന് അച്ഛൻ നമ്മെ ഓർമ്മപ്പെടുത്തി. മാത്രമല്ല നാമും തീർച്ചയായിട്ടും അന്ത്യനാളിൽ യേശു ക്രിസ്തുവിന്റെ 2ാം വരവിൽ ഈ ഉയർപ്പെഴുന്നേൽപ്പ് യഥാർത്ഥത്തിൽ നാം ആഘോഷിക്കുമ്പോൾ അന്ധകാരത്തിന്റെ മേലുള്ള ഒരു വിജയമാണ് നാം ആഘോഷിക്കുന്നത്. സാത്താന്റെ മേലുള്ള വിജയമാണ്. യേശു വീണ്ടും വരുമെന്ന വാഗ്ദത്തത്തിന്റെ ഉറപ്പുകൂടെയാണ് ഈ ഉയർപ്പിൻ ഞായറാഴ്ച അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനന്റെ ആഘോഷം നാം നടത്തുമ്പോൾ നാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ പറ്റി അതിന്റെ മർമ്മത്തിലോട്ട് കടന്നു ചെന്ന് നമ്മെ കാര്യങ്ങൾ തിയോളജിക്കലായിട്ട്, ഞാൻ അതിനെ പറയുന്നത് തിയോളജിക്കലായിട്ട്, കാരണം നമുക്കൊക്കെ പലതും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. പക്ഷെ അച്ഛൻ അത് നിരത്തുമ്പോൾ അത് നമുക്കത് ഒരു തിയോളജിക്കൽ ബേസ് ഇത് ഇങ്ങനെ ഈ 1, 2, 3, 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇനി ഏത് ഈസ്റ്റർ വന്നാലും നമുക്ക് ഓർമ്മ വരും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് നമുക്ക് പറഞ്ഞു തന്ന അച്ഛന് തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം അധികമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം കേട്ട ഈ ദൈവവചനത്തെ ഓർത്ത് പ്രിയ ബൈജു ബ്രദർ പ്രാർത്ഥനയിൽ നമ്മെ വഴി നടത്തും. ബൈജു ബ്രദർ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ദൈവവചനം വിവരിച്ചു തന്ന ആ വചനം നിത്യമായി നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ആത്മാവിൽ എഴുതപ്പെടണം. ആ നിത്യജീവനാകുന്ന കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിച്ച് അവൻ തന്നെ നമുക്ക് വേണ്ടി പൂർണ്ണമായി തന്ന് അവൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളും തിരിച്ച് അവനോട് അങ്ങനെ ആയിത്തീരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. കർത്താവെ, നിന്നോടുകൂടി പൂർണ്ണമായിട്ട് ഞാൻ പറ്റിച്ചേരുന്നു. നിന്റെ ആ വചനത്തെ ആശ്രയിച്ചുകൊണ്ട് ആ നിത്യജീവനാകുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് തന്നല്ലേ നാഥ. ആ വചനം കേട്ട ഓരോ മക്കളെയും ഞങ്ങളെല്ലാവരെയും നീ വിശുദ്ധീകരിക്കണമേ. നിന്റെ ആ ആത്മാവിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതി എന്നേക്കും മുദ്രയിട്ട് നിന്റെ മകളും മകനുമായിട്ട് ഞങ്ങളെ മാറ്റി നിന്നോടുകൂടി തീരുവാൻ ആ ശക്തി ഞങ്ങൾക്ക് നാഥ ചൊരിയണമേ നാഥ. നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നതാ. ഞങ്ങളതിന് യോഗ്യനല്ല, പക്ഷേ നിന്റെ ആ വലിയ സ്നേഹം നീ തന്നെ നൽകിക്കൊണ്ട് ഞങ്ങളെ വീണ്ടെടുത്തല്ലോ. നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ
പുതിയ ഉയർപ്പിൻ്റെ ശക്തിയാൽ മുന്നോട്ട് ജീവിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. അതിനു വേണ്ടിയിട്ട് ഓരോ നിമിഷവും നിന്നിലേക്ക് നോക്കിയവർ പ്രകാശിതരായി ആ പ്രകാശത്തിൽ നിലനിന്നുകൊണ്ട് കർത്താവേ ഈ ഭൂമിയിൽ ജീവിച്ച് നിന്നോടുകൂടി ആയിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കണമേ. അതിനുവേണ്ടി നിന്റെ വലിയ കൃപ ചൊരിയണമേ നാഥ. നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന നാഥ, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേട്ട എല്ലാ മക്കളെയും നീ അനുഗ്രഹിക്കണം. നിന്റെ ആത്മാവിനാൽ നിറയ്ക്കണം. നീ കൂടെ ഉണ്ടായിരിക്കണം. 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ അവരുടെ മധ്യ ഞാനുണ്ടെന്ന് നീ പ്രോമിസ് ചെയ്ത നിന്റെ ആ വചനം നാഥ ഞങ്ങൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നു. നന്ദിയോട് സ്തുതിക്കുന്നു നാഥ. നീ ഞങ്ങളുടെ രാജാവും കർത്താവുമാണ്. പൂർണ്ണമായിട്ട് ഞങ്ങളത് ഏറ്റുപറയുന്നു. നന്ദിയോട് സ്തുതിക്കുന്ന നാഥ, സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണമായിട്ട് നിന്നിൽ അഭയം ചൊല്ലുന്നു. നന്ദിയോടെ സ്തുതിക്കുന്ന നാഥ, സ്തോത്രം ചെയ്യുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ തൃപാദങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. പ്രിയ സണ്ണി ബ്രദർ ഇപ്പോൾ ഒരു പാട്ട് പാടും. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നില്ലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഗെത്സമനിയിലെ അതിവേദനയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. അതിദാരുണമാം കാൽവരി മലയും എന്നെ ഓർത്തു സഹിച്ചുവല്ലോ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. എനിക്കായി മരിപ്പാൻ, എനിക്കായി സഹിപ്പാൻ, എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. ഒരു മാന്യതയും പറയാനില്ലയേ, ദയയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. അങ്ങേ സേവിക്കുവാൻ, അങ്ങേ സാക്ഷിക്കുവാൻ, എന്നിൽ യോഗ്യത തെല്ലുമില്ലയേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. കൃപയാൽ 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 കൃപയൊന്നു മാത്രം യേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തോ നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ,
കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. Intercessory and closing prayer, Priya Mini sister. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മഹാപരിശുദ്ധനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, നല്ല സന്ധ്യായാമത്തിനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, ഈ 2025 ആണ്ടിന്റെ കർത്താവെ 4-ാമത്തെ മാസത്തെ അവസാനത്തെ വ്യാഴാഴ്ച വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ നിന്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ അനുവദിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പല രാജ്യങ്ങളിലെ പല സമയങ്ങളിലായിരുന്നു കർത്താവ് നിന്റെ സന്നിധിയിൽ വരുവാൻ നീ ഞങ്ങൾക്ക് തന്ന ഈ മുഖാന്തരത്തിനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഇവിടെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ദൈവമേ പേരുപേരായി നിന്റെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് നേതൃത്വമായി നിൽക്കുന്ന ഒരാഴ്ചനെ പ്രത്യേകം നിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മനിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കർത്താവെ നേതൃത്വങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോളിച്ച് ചേർത്ത് പ്രാർത്ഥിക്കുന്നു, ആൽബിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൂരെ ആയിരിക്കുന്ന കർത്താവെ മെറലിനെയും കർത്താവെ അള്ളിനെയും കുടുംബമായി നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവമേ നീ ഇന്ന് വരെ നല്ലവനും വല്ലഭനുമായി കൂടെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഇന്ന് പ്രാർത്ഥന ലീഡിയാൻ തക്കവണ്ണം കർത്താവെ സാഞ്ജീവിതറിനെ കർത്താവെ അവിടുന്ന് അനുവദിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഡോക്ടർ ഉഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെയും കർത്താവ് മക്കളെയും ചെറു പൈതങ്ങളെയും നിന്റെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുമായിരിക്കുന്നിടത്ത് ദൈവകൃപയിൽ അവരെ പരിപാലിച്ചു കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തോത്രം. ഇന്ന് സങ്കീർത്തനം ധ്യാനിച്ച രുചിമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകളുടെ ജോലി മേഖലയിലെ പോക്കല് വരവരെല്ലാം ദൈവമേ നീ കാവലും കോട്ടയുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വർഷിപ്പ് ചെയ്യാൻ തക്കവണ്ണം കർത്താവെ ആൽബിനെ കർത്താവെ നീ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. മകന്റെ ഭാവി കാര്യങ്ങളെല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മുൻപോട്ടുള്ള എല്ലാ ആവശ്യങ്ങളെയും കർത്താവെ നീ അറിയുന്നല്ലോ കർത്താവെ. തക്കതായ തുണയൊക്കെ ലഭിച്ച് കർത്താവെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന യേശുനാഥാനുള്ള വഴികളെ തുറന്നു കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തോത്രം. കർത്താവെ, ഇന്ന് വചനവുമായി ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന കർത്താവെ ഫാദർ കെ.വി. സൈമൺ അച്ഛനെ ഓർത്ത് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മകനിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ കർത്താവെ നല്ല വചനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഉയർപ്പിന്റെ ശക്തിയെക്കുറിച്ച് അതിന്റെ പവറിനെ കുറിച്ച് കർത്താവെ എന്ന് കേൾപ്പാൻ തക്കവണ്ണം സഹായിച്ചല്ലോ ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, കൂടുതലായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, തരുന്ന ദൈവമേ ഞങ്ങൾ കേൾക്കുന്ന എല്ലാ വചനങ്ങളും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ ഞങ്ങൾ വെറും കേൾവിക്കാരായി തീരാതെ അതിന്റെ മർമ്മത്തെ മനസ്സിലാക്കി മുന്നോട്ട് ജീവിപ്പാൻ തക്കണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തോത്രം. ദൈവമേ, ഓരോ ദിവസവും ഓരോ ആഴ്ചയും കർത്താവെ ഒരു പടി കൂടി നിന്നോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം വായിക്കുവാനും അതിന്റെ കർത്താവെ വചന ധ്യാനത്തിനായിട്ട് ഇരിപ്പാനും ഒക്കെ ദൈവമേ സമയം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിനായി നീ ഞങ്ങൾക്ക് ഒരുക്കി തരുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. വചനം പറഞ്ഞു തരുന്ന എല്ലാ മക്കളെയും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതലായി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തോത്രം ദൈവമേ. അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ നേതൃത്വമായി നിൽക്കുന്ന ജിജോയെ പ്രത്യേകത്തിന്റെ കാര്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജെയ്സനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രണ്ടുപേരെയും കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെയും നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ദൈവമേ കഴിഞ്ഞ ദിവസം ദൈവമേ 14th ദൈവമേ ജാൻസിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ കർത്താവെ. കുഞ്ഞിന്റെ ജീവിതത്തിൽ ദൈവമേ ഒരു വർഷം കൂടെ നീ ദാനമായി നൽകിയല്ലോ യേശുനാഥ കർത്താവെ. ദാനമായി കിട്ടിയ പുതിയ വർഷം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, സ്തോത്രം.
കർത്താവെ ഇന്ന് പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം സണ്ണി ബ്രദറിനെയും പ്രാർത്ഥിക്കുവാനായിട്ട് ബൈജു ബ്രദറിനെയും ഒക്കെ ദൈവമേ നീ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. രണ്ടുപേരെയും കുടുംബമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന കർത്താവെ ജെസ്സിയെയും പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും മരനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവൾ ദൂരെ ആയിരിക്കുന്നു യേശുനാഥ. അവളുടെ പഠിത്ത കാര്യങ്ങളിലെ പോക്കിലെ വരവരെല്ലാം ദൈവമേ നിന്റെ കാവലും കരുതലും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യത്തിൽ കർത്താവെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ തക്കവണ്ണം ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജേക്കബിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജെസിലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ കർത്താവെ സ്കൂളിലൊക്കെയും പോവുകയും വരികയും ചെയ്യുമ്പോഴൊക്കെ ദൈവമേ നിന്റെ സാന്നിധ്യം അവരോട് കൂടി ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ഉള്ളം കയ്യിൽ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജെസ്സിയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ വിട്ടുപിരിയാത്ത സ്നേഹത്താൽ ദൈവമേ നീ അവളെ നിറയ്ക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജോലി മേഖലകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈനംദിനമായ എല്ലാ കാര്യങ്ങളെയും ദൈവമേ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ദൈവമേ. അതുപോലെ ഇന്ന് ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന അമ്മച്ചിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വാർദ്ധക്യത്തിലും പ്രത്യാശയോടെ ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൊടുത്തിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നരയ്ക്കോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് അരുളിച്ചത് കർത്താവെ. ദൈവമേ എത്രത്തോളം നടത്തുന്ന പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് യേശുവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ബീനായെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹസ്ബൻഡിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും കുടുംബമായി അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ദൈവമേ. അതുപോലെ ഇന്ന് കടന്നു വരാൻ സാധിക്കാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയിൽ കർത്താവെ നീ പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുനാഥ. കർത്താവെ ദൈവമേ യുദ്ധത്തിന്റെയും കർത്താവെ ഒക്കെയും ഭീഷണിയിലെ കർത്താവെ ആയിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വേണ്ടപ്പെട്ടവരുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗത്തിലും ഭാരത്തിലും കർത്താവെ വിഷമത്തിലുമായിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ക്യാൻസറിന്റെ ഭാരത്തില്, ഡയബറ്റീസിന്റെ ഭാരത്തില് കർത്താവെ, കിഡ്നിയുടെ ഭാരത്തില് കർത്താവെ, ലിവറിന്റെ ഭാരത്തിലൊക്കെയും ആയിരിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആണിപ്പെടുത്തുള്ള കരുത്താൽ ദൈവമേ അവരെ തൊട്ട് സൗഖ്യം കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ദൈവമേ. വിവാഹപ്രായമായി നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തക്കതായ തുണകളെ ദൈവ ഭയമുള്ള കർത്താവെ നല്ല തക്കതായ തുണകളെ ലഭിപ്പാൻ തക്കവണ്ണം അവരെ താഴ്ത്തി ഏൽപ്പിക്കുന്നു ദൈവമേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തലമുറകൾ ദൈവമേ അവരുടെ ആഗ്രഹവും അവരുടെ അവകാശവുമാകുന്നവരോ കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ദൈവമേ. ഞങ്ങളുടെയൊക്കെയും എല്ലാ കുഞ്ഞുങ്ങളെയും നിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കളിൽ നിന്ന് ദൂരെയായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നന്മതിന്മകളെ തിരിച്ചറിയുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ തക്കവണ്ണം ദൈവമേ നീ അവരെ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ദൈവമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ ജെസ്സിയുടെ മാതാവിനെയും പിതാവിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവർക്ക് താങ്ങായി തണലായി കൂടെ ഇരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ദൈവമേ. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൗദി അറേബ്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൊച്ചു കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ നല്ല ഭരണം കാഴ്ചവെക്കുവാനും കർത്താവെ അങ്ങനെ നല്ല രീതിയിൽ കർത്താവെ ഞങ്ങൾക്ക് ജീവിക്കുവാനുമുള്ള സാഹചര്യങ്ങളെ തന്ന് അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം അടിയങ്ങളെയും കർത്താവെ കുടുംബമായ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എത്രത്തോളം നടത്തിയ കർത്താവെ എല്ലാം കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ തന്നിരിക്കുന്ന ജോലിക്കായി വേതനത്തിനായി കർത്താവെ ഓരോ ദിവസവും ഞങ്ങളെ നടത്തുന്ന വഴികൾക്കായി ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങൾ ഇന്നതല്ലപ്പ നീ ഞങ്ങളെ നിർത്തിയതാണെന്ന് അറിയുന്ന യേശുനാഥ. ഒന്നും ഞങ്ങൾ നേടിയതല്ല കർത്താവെ, എല്ലാം നിന്റെ ദാനമാണെന്ന് അറിയുന്ന ദൈവമേ. തന്നിരിക്കുന്ന എല്ലാ ദാനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയില് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൽവിന് കൊടുത്ത വിജയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എന്നും ജീവിക്കുന്ന ദൈവമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവെ. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ നീ കാണിച്ചു തരുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ അവരെയും പരിപാലിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജ്ഞാനവും വിവേകവുമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ ദൈവമേ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനത്തിലായിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ചിന്തകളെ, അവരുടെ പ്രവർത്തനങ്ങളെ കർത്താവെ, അവരുടെ സംസാരത്തെ എല്ലാം ദൈവമേ അവിടുന്ന് കടിഞ്ഞാനിട്ട് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ചെല്ലാത്തയിടത്തൊന്നും കർത്താവെ നീ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ അയക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവകൃപയിൽ അവരെ പരിപാലിച്ചു കൊള്ളുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥനകളെല്ലാം ദൈവമേ നീ ശ്രദ്ധിച്ചു കേട്ട കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വന്ന് പ്രാർത്ഥനയിൽ വന്ന കുറവുകളെ ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ അപ്പച്ച. സ്ഥലവും യേശുവിൽ സമർപ്പിക്കുന്നു, കൃപയോടെ കേട്ടലണമേ. ആമേൻ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന നമുക്ക് ഏവർക്കും ചേർന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരയണമേ, തിരുയിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷപ്പെടുത്താതെ നിന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും നിനക്കുള്ളതാകുന്നു. ആമേൻ. ആമേൻ. അച്ഛൻ ആശീർവാദം. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മളോടുകൂടെ ഇരുന്ന് ക്രിസ്തുവിലുള്ള ജയജീവിതം നടത്തുവാൻ തക്കവണ്ണം നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അടിയാരെ മഹോന്നത പരനി വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനി വന്ദനം നിനക്കാമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.